നവ്യൊക്കെ അവിടെ കയറി പറ്റിയത് അയാളുടെ കൃപ കൊണ്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മേ, അയാൾ ചിലപ്പോൾ ഞങ്ങളെ പിന്നിൽ നിന്ന് സഹായിച്ചിട്ടുണ്ടാവും. അല്ലാതെ അയാൾ ഞങ്ങളുടെ മുന്നിലേക്കൊന്നും വന്നിട്ടില്ല. എടാ പിന്നെ എങ്ങനെയാടാ വലിയ വലിയ ഡീലുകൾ നടന്നപ്പോ അതിലൊക്കെ നീ പങ്കെടുത്തത്? ഒരു സാധാ മാനേജറായി നീ അവിടെ എങ്ങും പോകേണ്ട കാര്യമില്ലല്ലോ. അത് ഡേവിഡ് സാർ പറഞ്ഞിട്ടാ. ഡേവിഡ് അല്ല, അതൊക്കെ നാഗേന്ദ്രന്റെ തീരുമാനങ്ങളാണ്. ചിലപ്പോ ആയിരിക്കും. പക്ഷേ അതൊന്നും എനിക്കറിയില്ല. ഞാൻ ഇന്ന് വരെ കാണാത്തൊരു മനുഷ്യനെ പറ്റിയ അമ്മ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ. നീ ഒരു കാര്യം ഓർത്തോ, അയാളുമായിട്ട് നിനക്ക് എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ അന്ന് അമ്മയും മകനുമായിട്ടുള്ള ബന്ധം അവസാനിക്കും. എന്നാ പിന്നെ അതിനുശേഷം ഞാൻ അച്ഛനുമായിട്ടുള്ള ബന്ധം കൂടിക്കോളാം. എന്താടാ നീ പറഞ്ഞത്? അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ. എന്തൊരു കഷ്ടമായത്. വീട്ടിനകത്തോട്ട് കയറിയ ഉടനെ ചോദ്യങ്ങളുമായിട്ട് പിന്നാലെങ്ങും വരും. എവിടെ പോയടാ, ആരെ കാണാൻ പോയടാ എന്നൊക്കെ ചോദിച്ചോണ്ട്. ഞങ്ങൾക്കൊന്നും പിന്നെ പുറത്തോട്ട് പോകണ്ടേ? അമ്മയുടെ മരുമോളെ തിരുത്താൻ നോക്കിയല്ലോ. എന്നിട്ട് അവള് AN ജ്വല്ലറിയുടെ മോഡലായിട്ട് പോകാതിരിക്കണോ? നിങ്ങൾക്ക് അവളെ തടയാൻ പറ്റുമോ? അവളെ തടയേണ്ടതേ നീയാടാ. അവൾ അങ്ങനെ പോകുന്നുണ്ടെങ്കിലേ അത് നിന്റെ കഴിവുകേടാ. ആയിക്കോട്ടെ, അതൊക്കെ അവളുടെ കാര്യം. ഞാൻ ഏതായാലും അയാളെ കണ്ടിട്ടില്ല. അത്രയും അമ്മ അറിഞ്ഞാ മതി. എന്റെ മക്കളെ അവൻ കുത്തിക്കൊണ്ട് പോവോ? ഒന്നും പറയാൻ പറ്റില്ല. അനി എന്റെ കാല് പിടിച്ച് പറഞ്ഞു അവന് ഈ കല്യാണത്തിന് താല്പര്യമില്ലെന്ന്. എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി കൊടുക്കണമെന്ന്. നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുമോ ആദർശേട്ടാ? അങ്ങനെ ചെയ്താ അത് അവന്തേക്ക് സഹിക്കാൻ പറ്റുമോ? അവൻ അങ്ങനെ വന്ന് പറഞ്ഞപ്പോ ആകെ ഒരു വിഷമം പോലെ. എന്ന് വെച്ച് ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യാനൊന്നും പോയില്ലേ. മുത്തശ്ശന്റെ തീരുമാനം നടക്കണമെന്ന് തന്നെയാ പറഞ്ഞത്. പിന്നെ അവന്റെ ഭാഗത്ത് നോക്കുമ്പോൾ അത് ശരിയെന്നതിനെ. ഞങ്ങളൊക്കെ ഒന്നിച്ചല്ലേ സ്കൂളിൽ പൊയ്ക്കൊണ്ടിരുന്നത്. ആ സമയത്തോ അതിനുശേഷോ എനിക്ക് ഒരിക്കൽ പോലും അവളോട് അത്തരത്തിലുള്ള ഇഷ്ടം ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള അവനെ ഒരുപാട് പ്രഷർ ചെലുത്തിയ ഇതിലേക്ക് എത്തിച്ചത്. അനിയുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷേ നന്ദുവിനെ അല്ലാതെ മറ്റേതെങ്കിലും പെൺകുട്ടിയെ അനി ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ അതിന് 100% ഞാൻ സപ്പോർട്ട് ചെയ്തേനെ. ഇവിടെ അനിയുടെ മനസ്സിലുള്ളത് നന്ദു ആയതുകൊണ്ട് ഒരിക്കലും എനിക്ക് അതിനോടൊപ്പം നിൽക്കാൻ പറ്റില്ല. എന്നിട്ട് ഒരു സമയത്ത് അവർ ഒന്നിക്കണമെന്ന് നമ്മൾ കരുതിയതല്ലേ. പക്ഷേ സാഹചര്യം എതിരാ. എന്റെ അച്ഛനും അമ്മയ്ക്കും മാത്രമല്ല, അനിയുടെ അമ്മയ്ക്കും നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് താല്പര്യമില്ല. അങ്ങനെയുള്ളപ്പോ നമ്മളൊരു വഴക്കുണ്ടാക്കിയിട്ട് കല്യാണം പോലൊരു നല്ല കാര്യം ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഇനിയിപ്പോൾ അതേപ്പറ്റി ഒന്നും ചിന്തിക്കണ്ട. എങ്കിലും അവന്റെ ആദ്യ കല്യാണം പോലെ തന്നെയാ ഇതും. അന്നും അവന് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു അനാമികയുമായിട്ടുള്ള കല്യാണം. പിന്നെ ആ സമയത്ത് അവനൊരു തെറ്റുപറ്റി. കല്യാണത്തിന് തൊട്ട് മുമ്പ് അവൻ എന്നോടെല്ലാം പറഞ്ഞത്. ഇനിയിപ്പോ എന്തായാലും ഈ നിശ്ചയം തടയാനൊന്നും പറ്റില്ല. നമ്മളായിട്ട് ചെയ്യുന്ന ശരിയോ അല്ല. അനിയുടെ നിശ്ചയം നടക്കുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്റെ അച്ഛനും അമ്മയോ. അതോടെ വലിയൊരു തലവേദന മാറൂന്നാ അവര് പറയുന്നത്. ഇപ്പോഴും അനിയും നന്ദുവും തമ്മിൽ ഇഷ്ടമുണ്ടെന്ന് മറ്റാരേക്കാളും നന്നായി എന്റെ അച്ഛനും അമ്മയ്ക്കും അറിയാം. ഇനിയിപ്പോ എല്ലാം വരുന്നത് പോലെ വരട്ടെ. നന്ദുട്ടാ, എന്താ എന്താ ആലോചിച്ചോണ്ട് കിടക്കുന്നേ? ഒന്നുമില്ലമ്മ. ദേ, ഇതെങ്ങനെയുണ്ട്? നാളെ നിശ്ചയത്തിന് ഉടുത്തോണ്ട് പോകാൻ ഇത് മതിയോ? നിന്റെ ആദ്യത്തെ ശമ്പളം കിട്ടിയപ്പോ മോളെനിക്ക് വാങ്ങിച്ചു തന്നതാ, ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അത് പിന്നെ ഞാൻ മോശമാണെന്ന് പറയോ? അപ്പൊ
നാളെ ഉടുത്തോണ്ട് പോകാൻ ഇത് മതിയല്ലോ അല്ലേ? അമ്മയ്ക്ക് ആദർശേട്ടനും നയനിച്ചയും കൂടി ഒരുപാട് സാരികൾ വാങ്ങി തന്നിട്ടുണ്ടല്ലോ, നല്ല വില കൂടിയ സാരികള്. അതെടുത്തോണ്ട് പോയാ പോരെ? അതൊന്നും വേണ്ട. എനിക്കേ എന്റെ നന്ദൂട്ടം വാങ്ങിച്ചു തന്ന സാരി ഉടുക്കാനാ ഇഷ്ടം. അച്ഛനും അങ്ങനെ തന്നെയാ. നീ കൊടുത്ത ഷർട്ട് ഇട്ടോണ്ട് വരുമെന്നാ അച്ഛനും പറയുന്നത്. ഇത് അമ്മയ്ക്ക് ചേരുന്ന സാരിയാ. നാളത്തെ ചടങ്ങില് എന്റെ നന്ദൂട്ടനും പങ്കെടുക്കേണ്ടതാ. പക്ഷെ നീ വന്നു കഴിഞ്ഞാ അവിടെ ചിലരുടെ മുഖം മാറും. അത് ഒഴിവാക്കാനാ നന്ദൂട്ടനെ കൊണ്ടുപോകാത്തത്. അല്ലെങ്കിലും എനിക്ക് വരണമെന്നൊന്നുമില്ല. ഈ ചടങ്ങ് കഴിഞ്ഞു പോട്ടെ മോളെ. ഇത് കഴിഞ്ഞാ പിന്നെ അവിടെ നടക്കുന്ന എല്ലാ ചടങ്ങുകൾക്കും മോക്ക് പങ്കെടുക്കാം. അതിന്ന് ഞങ്ങൾ ആരും നിന്നെ തടയില്ല. എന്റെ 2 ചേച്ചിമാരുള്ള വീട്ടിലേക്ക് പോവാൻ പോലും പറ്റാത്ത അവസ്ഥയാ എനിക്ക്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയത് എന്റെ മോള് തന്നെയല്ലേ? ഇപ്പോഴും ആ അവന്തികയ്ക്ക് സംശയമുണ്ട് നീയും അനിയും തമ്മിൽ അടുപ്പമുണ്ടോന്ന്. പിന്നെ അതവക്ക് മാത്രമല്ലല്ലോ, എല്ലാവർക്കും ഉണ്ടല്ലോ. നാളെ നിശ്ചയത്തോടുകൂടി അതങ്ങ് അവസാനിക്കുമല്ലോ. അതെ, എന്തായാലും അവരായി അവരുടെ പാടായി. അനിക്ക് അവന്തികയെ ഇഷ്ടമല്ല എങ്കിലും അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമല്ലല്ലോ മോളെ. അനിയുടെ കല്യാണം കഴിഞ്ഞു പോയാ പിന്നെ അവന്റെ പേരും പറഞ്ഞ് എന്റെ നന്ദൂട്ടനെ ആരും കൊച്ചാക്കാനും ശ്രമിക്കില്ല. പിന്നെ അച്ഛൻ നിന്നെ ചോദ്യം ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. പുറത്തു പോകുന്ന അച്ഛനോട് പലരും പറഞ്ഞിട്ടുണ്ട് നിന്നെ അനിയെ ഒരുമിച്ച് കണ്ടിട്ടുണ്ടെന്ന്. അതെന്നെ ആയിരിക്കില്ലമ്മേ, കണ്ടവരുടെ കാഴ്ചയ്ക്ക് കുഴപ്പം കാണും. എല്ലാവരുടെയും അങ്ങനെ കുഴപ്പമുള്ള കണ്ണല്ലല്ലോ. ആ, അപ്പൊ നാളെ ഇത് തന്നെ ഉടുത്തോണ്ട് പോവാല്ലേ? ആ, അവിടെ പോയിട്ട് വരുമ്പോഴേ ചടങ്ങിന്റെ ഫോട്ടോസ് എടുത്തോണ്ട് വരാട്ടോ. നിർബന്ധമൊന്നുമില്ല. അതെന്താ അങ്ങനെ? അനിയും അവന്തികയും തമ്മിലുള്ള മോതിരമാറ്റം നടത്തുന്നത് കാണാൻ നിനക്ക് താല്പര്യമില്ലേ? ഞാൻ എന്തിനാ അത് കാണുന്നത്? അല്ലെങ്കിലും ഈ കല്യാണത്തിന്റെ നിശ്ചയത്തിന്റെ ഫോട്ടോസ് ഒന്നും കാണാൻ എനിക്ക് താല്പര്യമില്ല. ആ, എന്തായാലും എത്രയും പെട്ടെന്ന് എന്റെ നന്ദൂട്ടനെ പറ്റിയൊരു പയ്യനെ കണ്ടുപിടിക്കണം. അതാണ് ഇനി പ്രധാന തലവേദന. ആ തലവേദനയ്ക്ക് എന്തായാലും ഒരു മോചനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ലമ്മേ. എനിക്ക് കല്യാണമൊന്നും വേണ്ട, അത് ശരിയാവത്തില്ല. അങ്ങനെ നിന്നെ വിടാനൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പലരോടും പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും നല്ല പയ്യന്മാര് വന്ന് നിന്റെ മുന്നിൽ വീഴും. എന്താ ഈ സാരി മതി എന്ന് തന്നെ പറഞ്ഞോ? അവള് വേണ്ടാന്ന് പറഞ്ഞാലും ഞാൻ ഇതേ നാളെ ഉടുക്കുന്നുള്ളൂ. പിന്നെ ആദർശ നയനയും കൂടെ വില കൂടിയ ഒരുപാട് സാരികൾ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അതിലേതെങ്കിലും ഒന്ന് ഉടുത്താ പോരെന്നും ചോദിച്ചു. അവളെയോ കൊണ്ടുപോകുന്നില്ല. അപ്പൊ അവളെടുത്ത ഡ്രസ്സെങ്കിലും ഇട്ടോണ്ട് നമുക്ക് പോവാൻ കനകേ. ഞാനും അത്രേ കരുതുന്നുള്ളൂ ഗോവിന്ദേട്ട. പക്ഷെ ഗോവിന്ദേട്ട, അവക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. ഞാനങ്ങോട്ട് ചെല്ലുമ്പോഴേ അവൾ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് കിടക്കോ. അത് കാണുമല്ലോ. പ്രായപൂർത്തിയായ ശേഷം അത്യാവശ്യം ആൺകുട്ടികളെ നോക്കിയും കമന്റ് പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് നവ്യ. നയനയ്ക്കും നന്ദുവിനും പ്രേമത്തോട് പോലും വെറുപ്പായിരുന്നു. അങ്ങനെയുള്ളവളുടെ മനസ്സിൽ ആദ്യമായിട്ട് കയറിക്കൂടിയവനാണ് അനി. അതുകൊണ്ട് നമ്മൾ ഇനി എന്തു പറഞ്ഞാലും ശരി, അവൾക്ക് അതിൻ്റെ ഒരു വിഷമം കാണും. അത് എനിക്കും അങ്ങനെ തന്നെയാ ഗോവിന്ദേട്ട. അതുകൊണ്ടല്ലേ അവൻ അവന്തികയെ വേണ്ടാന്ന് പറഞ്ഞു നിൽക്കുന്നത്. നയനെ ഞാൻ വിളിച്ചപ്പോ ഇന്നലെ അനി ഈ നിശ്ചയം നടത്താതിരിക്കാൻ വേണ്ടി ആദർശിന്റെ കാല് പിടിച്ചെന്നൊക്കെയാ പറയുന്നത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ നിശ്ചയം നടക്കണം. അത് കഴിഞ്ഞാൽ വലിയൊരു പരാതി മാറിക്കിട്ടും. അവന്തിക പോലും സംശയം ഉള്ളിൽ വെച്ചിട്ട് നിന്നോട് സംസാരിച്ചു കഴിഞ്ഞല്ലോ. നമ്മുടെ മോളായിട്ടിനി അവളും അനിയും തമ്മിലുള്ള ഒത്തുചേരലിന് തടസ്സം ഉണ്ടാക്കരുത്. അല്ലെങ്കിൽ തന്നെ 2 കുട്ടികളെ അങ്ങോട്ട് കല്യാണം കഴിച്ച് അയച്ചിട്ട് കേൾക്കാത്ത പഴികളില്ല. അതിൻ്റെ പരാതി ഇപ്പോഴും തീർന്നിട്ടില്ല. പിന്നെ നമുക്ക് വലിയ സാമ്പത്തികമൊന്നും ഇല്ലെങ്കിലും നയനമോൾ അവർക്കുണ്ടാക്കി കൊടുക്കുന്ന പേരും പെരുമയും കൊണ്ട് തൽക്കാലം നമ്മുടെ പോരായ്മകളെ മറികടക്കാമെന്ന് മാത്രം. അതെ,
അല്ല അനിയനി നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കോ ഗോവിന്ദേട്ടാ? എന്ത് പ്രശ്നം? അല്ല ചടങ്ങ് നടക്കുന്ന സമയത്ത് എങ്ങോട്ടെങ്കിലും മാറി നിന്നു കഴിഞ്ഞാ ചടങ്ങ് നടക്കില്ലല്ലോ. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ വീട്ടിലെ അവന്റെ അച്ഛനും അവന്റെ വല്യച്ഛനും ഉൾപ്പെടെ എല്ലാവർക്കും ആ വീട്ടിലെ കാരണവരെ പേടിയാ. അതുകൊണ്ട് അങ്ങനെയുള്ള സാഹസമൊന്നും അനിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട. എല്ലാം മംഗളമായിട്ട് തന്നെ നടക്കണേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഗോവിന്ദേട്ടാ, കഴിഞ്ഞ ദിവസം നന്ദുവിനൊരു ആലോചന വന്നിരുന്നില്ലേ? അവരുടെ ജാതകം ഒത്തു നോക്കാൻ വേണ്ടിയിട്ടേ ഞാൻ ജോത്സ്യന്റെ അടുത്ത് പോയപ്പോ അങ്ങേരിപ്പോഴും പറയുക അതെന്തിനാ ഇതൊക്കെ നോക്കുന്നേന്ന്. പെൺകുട്ടിയുടെ മനസ്സിലുള്ള പയ്യനെ തന്നെ അവള് കെട്ടൂന്ന്. ആ പറച്ചില് ഇതുവരെ ജോലിച്ച് നിർത്തിയില്ലേ? ഇല്ലെന്നേ. ഞാൻ പിന്നെയും പ്രശ്നം വെപ്പിച്ചു. അപ്പോഴും അങ്ങനെ തന്നെ കാണുന്നേന്നാ പറയുന്നത്. എന്തായാലും അനിയുമായിട്ട് ഇനി നന്ദു ഒന്നിക്കാൻ പോകുന്നില്ല. പിന്നെ ഇനി അവളുടെ മനസ്സിൽ മറ്റാരെങ്കിലും കാണുമോ? അങ്ങനൊരു സംശയം തോന്നിയിട്ടേ ഞാൻ അങ്ങേരോട് അതും കൂടി നോക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോഴും അങ്ങേര് പറയുന്നത് ജീവിതത്തിൽ ഒറ്റ പ്രേമം മാത്രമേ അവക്ക് ഉണ്ടാവത്തുള്ളൂ, അയാളെ തന്നെ കല്യാണം കഴിക്കുകയുള്ളൂ എന്നാ പറയുന്നത്. അയാള് പറയുന്നതെല്ലാം അച്ചിട്ടാണെന്നല്ലേ നീ പറയുന്നത്? ഇത്തവണ അത് തെറ്റുമോ നമുക്ക് നോക്കാം. തെറ്റായാലും ശരിയായാലും അനിയുടെ നിശ്ചയമാണെന്ന് അയാളോട് പറഞ്ഞിട്ടും ഇങ്ങനെ പറയുമ്പോ ആകെ ഒരു ആദി പോലെ ഗോവിന്ദേട്ടാ. അതുകൊണ്ടാ നാളെ അനി ഇനി എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുമെന്ന് എനിക്കൊരു ഭയം. അതേപ്പറ്റി ഒന്നും ചിന്തിക്കാതെ നമുക്ക് കിടക്കാൻ നോക്കാം. രാവിലെ തന്നെ നമുക്ക് പോകേണ്ടതല്ലേ? വാ. അനിയേട്ടാ, നേരത്തെ ഉറങ്ങിക്കൂടെ? നാളെ ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുമല്ലേ? എന്ത് ഫംഗ്ഷൻ? ഓരോരോ കോമാളിത്തരം കാണിക്കല്ലേ? അങ്ങനെ ഇതിനൊക്കെ പറയാൻ പറ്റൂ? അതെന്താ അനിയേട്ടൻ അങ്ങനെ പറഞ്ഞ്? രണ്ടുപേരും ഒന്നിക്കുന്നത് കോമാളിത്തരാണോ? അത് നടത്തുന്നവര് കോമാളികളാണോ? ഇനിയിപ്പോ ചെന്ന് മുത്തശ്ശനോടൊക്കെ പറഞ്ഞു കൊടുക്ക്, ഞാൻ അവരെയൊക്കെ കോമാളികളെന്ന് വിളിച്ചു വന്ന്. അയ്യോ, ഞാൻ ആരോടും ഒന്നും പറയുന്നില്ലേ. എന്തായാലും ഞാൻ ഇന്ന് മനസമാധാനത്തോടെയാ കിടന്നുറങ്ങാൻ പോകുന്നെ. ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച സ്വത്താ എനിക്കിപ്പോ കിട്ടാൻ പോകുന്നെ. അതിന്റെ സന്തോഷം എനിക്കുണ്ട്. നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അയർലൻഡിൽ പോകുന്നതിന് മുമ്പേ അബിയേക്കാൾ മോശമായിരുന്നു നിന്റെ സ്വഭാവം. അവിടുന്ന് നിന്നെ നല്ലവളായി കെട്ടിയിറക്കിയത് നിന്റെ ബുദ്ധിയാണോ അതോ മറ്റുള്ളവരുടെ ബുദ്ധിയാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എനിക്കിപ്പം രണ്ട് മുഖം ഇല്ല അനിയേട്ടാ. ഞാനിപ്പോ ആത്മാർത്ഥമായിട്ട് അനിയേട്ടനെ സ്നേഹിക്കുന്നുണ്ട്. എന്റെ സത്യസന്ധത പക്ഷേ അനിയേട്ടൻ തിരിച്ചറിയുന്നില്ലെന്ന് മാത്രം. ശരി, ഇപ്പൊ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ് അനിയേട്ടാ. സ്വീറ്റ് ഡ്രീംസ്. അബിയേട്ടാ, എന്റെ മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ. പക്ഷെ എന്നെ കെട്ടാൻ പോകുന്നവന്റെ മുഖത്ത് ഒട്ടും സന്തോഷമില്ല. നീ അതൊന്നും കാര്യാക്കണ്ട. ഈ നിശ്ചയം നടന്നു കഴിഞ്ഞാൽ പിന്നെ ചിങ്ങത്തിൽ നടത്താനിരിക്കുന്ന കല്യാണത്തിൽ നിന്ന് അവന് ഒഴിഞ്ഞു മാറി പോകാനൊന്നും പറ്റില്ല. നാളെ നിശ്ചയമാ, എന്നിട്ട് പോലും അവൻ ഒരു മാറ്റവും ഇല്ല, എന്നോട് ഒരു സ്നേഹവും ഇല്ല. അല്ല, നിനക്ക് അവനോടുണ്ടോ? എന്നെ ഇഷ്ടപ്പെടാത്തൊരുത്തന് ഞാൻ എന്തിനാ സ്നേഹിക്കുന്നേ? ആ, ഇതുപോലെ തന്നെയാണ് അനാമികയും ഈ വീട്ടിലോട്ട് വന്ന് കയറിയത്. പക്ഷേ അവളെപ്പോലെ ആവരുത് നീയും. ഞാൻ പറഞ്ഞില്ലേ, നിനക്കൊരു കുഞ്ഞൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ അനി ടോട്ടലി ചേഞ്ച് ആവും. ആ, പിന്നെ നന്ദു ഒന്നും അവന്റെ ജീവിതത്തിലേ ഉണ്ടാവില്ല. അതൊക്കെ കഴിഞ്ഞാലേ നീ വലിയ പഠിത്തമൊക്കെ കഴിഞ്ഞു വന്നതുകൊണ്ട് ജ്വല്ലറിയുടെ തലപ്പത്തേക്ക് ഇവിടുത്തെ കൊച്ചുമക്കളെയൊക്കെ കൊണ്ടുവരണമെന്ന് നമ്മുടെ മുത്തശ്ശന് ആഗ്രഹമുണ്ട്. ആ,
നയന ഏതായാലും വലിയ ഡിസൈനറൊക്കെ ആയതുകൊണ്ട് ആദർശിനൊപ്പം തന്നെ MD പട്ടം എടുത്തണിയാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അവിടെ ഇപ്പം അനിയാണ് കമ്പനിയുടെ പകുതി നോക്കുന്നത്. ആ, അതിലേക്ക് നീ ഇടിച്ചു കയറണം. നമ്മുടെ അച്ഛൻ്റെ ഒരു സ്വപ്നമുണ്ട്, അതിനൊപ്പം നമ്മൾ നിന്നേ പറ്റൂ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും ഒരു തടസ്സവും. പക്ഷെ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന അച്ഛന് ആ കല്യാണത്തിന് വരാൻ പറ്റില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട് എനിക്ക്. ആ, അതച്ഛൻ വേഷം മാറിയായാലും അവിടെ എവിടെയെങ്കിലും വന്ന് നിന്ന് നിന്റെ കല്യാണം കണ്ടോളും. അതോർത്ത് നിനക്ക് നിരാശയൊന്നും വേണ്ട. അച്ഛനാണ് ഏൻ ജ്വല്ലറിയുടെ ഓണർ എന്ന് അറിഞ്ഞതിൽ പിന്നെ അമ്മയുടെ സമനില പോയതാണല്ലോ ഏട്ടാ. അത് കാണുമ്പോൾ അമ്മയുടെ ഭാഗത്ത് എന്തൊക്കെയോ തെറ്റുകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. അത് കാണുമ്പോൾ അമ്മയുടെ ഭാഗത്ത് എന്തൊക്കെയോ തെറ്റുകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. അത് അച്ഛൻ പറയുന്നുണ്ടല്ലോ, അമ്മ ശരിക്കും അച്ഛനെ ചീറ്റ് ചെയ്തെന്ന്. ഇനി സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമ്മള് മക്കള് അച്ഛന്റെ കൂടെ നിൽക്കുമെന്നാ അമ്മയുടെ പേടി. ആ, അതിന് സത്യം അറിയുന്ന എന്തിനാ? AN ജ്വല്ലറിയുടെ A എന്ന അക്ഷരം നമ്മുടെ രണ്ടുപേരുടെയാ. അതിന്ന് തന്നെ മനസ്സിലാക്കിക്കൂടെ നമ്മുടെ അച്ഛന് നമ്മളോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന്? ആ, പിന്നെ അതിനപ്പുറം ഒന്നും നമ്മൾ ചിന്തിച്ചു കൂട്ടേണ്ട കാര്യമില്ല. നീ അതിന് പോയി കിടക്കാൻ നോക്ക്. നാളെ ഒരു തടസ്സവും കൂടാതെ നിശ്ചയം നടക്കണമെന്നുള്ള പ്രാർത്ഥനയോട് കൂടി. ഓക്കെ അബിയേട്ടാ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇനിയിപ്പോൾ തടസ്സങ്ങളൊന്നുമില്ല. നാളെ നിശ്ചയം നടന്നു പോകും. അല്ല, നിനക്കെന്തൊരു സന്തോഷമില്ലാത്ത? അവന്തിയോടുള്ള ദേഷ്യം ഇപ്പോഴും നിനക്ക് മാറിയിട്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ, അവള് നമ്മുടെ പക്ഷത്താടി. നാമിത മെസ്സേജ് അയച്ചതാണല്ലോ വൃത്തിയിട്ടവൾക്ക്. എന്നിട്ടും അനാമിക അവളുടെ അച്ഛനും എന്താ പ്രതികരിക്കാത്ത? നീ എന്താ ഈ ആലോചിക്കുന്നേ? അല്ല, വെറുതെ ഇഷ്ടമല്ലാത്തൊരു പയ്യനെ കൊണ്ട് എന്തിനാ അവന്തിക കല്യാണം കഴിപ്പിക്കുന്നേ? അനി ആകെ അസ്വസ്ഥനായിട്ടാ നടക്കുന്നത്. അതൊന്നും കാര്യാക്കണ്ട. അവനും അനാമികയും തമ്മിൽ ഡിവോഴ്സ് ആയിട്ടില്ല. എന്നിട്ടും എടിപിടിയെന്ന് മുത്തശ്ശൻ നിശ്ചയം നടത്തുന്നത് അവനെ തളയ്ക്കാൻ വേണ്ടി തന്നെയാ. അങ്ങനെ പ്രഷർ ചെലുത്തി കല്യാണം കഴിപ്പിച്ചാലേ അവര് തമ്മിലുള്ള ദാമ്പത്യം അധികാലം പോവില്ല ബി. ആ, അതൊക്കെ പൊയ്ക്കോളും. ഇവിടെ മുത്തശ്ശൻ പറയുന്നതിനപ്പുറം ആർക്കും നിൽക്കാനൊന്നും പറ്റില്ല. അവന്തിക നമ്മുടെ ഭാഗത്താന്ന് പറഞ്ഞപ്പോ എനിക്കും ഈ കല്യാണം നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവന്തിയും അനിയും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു കുഞ്ഞൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ അനിയുടെ സ്വഭാവം എനിക്കറിയാം. അവൻ പിന്നെ എൻ്റെ പെങ്ങളെ വിട്ട് കളയാനൊന്നും പോകുന്നില്ല. കാലക്രമേണ അവന്തികയുടെ മിടുക്കുകൊണ്ട് അനിയെ അവളുടെ വഴിക്ക് കൊണ്ടുവരികയും ചെയ്യും. ആ, പിന്നെ ഈ മുത്തശ്ശനെന്ന് പറയുന്ന കാരണവര് അധികം നാള് ജീവിച്ചിരിക്കുകയൊന്നുമില്ലല്ലോ. അങ്ങേരുടെ കാലശേഷം കുടുംബത്തിന്റെ താളവും തെറ്റും. എനിക്ക് ഉറക്കമില്ലെന്നാ തോന്നുന്നത്. എങ്കിലും ഞാൻ എൻ്റെ വിഷമം കാണിക്കാൻ പാടില്ല ഇപ്പോ. ഹലോ അനി. എടീ, എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാൻ ഉറങ്ങുമായിരുന്നു. അതിനിടയിൽ ഫോൺ റിങ് ചെയ്യുന്ന കേട്ടാ ഞാൻ ഉണർന്നെ. നിനക്കൊന്ന് ഉറങ്ങാൻ പറ്റുമോ? നിന്റെ നിശ്ചയമാണ് നാളെ. ഇനിയിപ്പോ ഞാൻ ഈ സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ടേ പറ്റൂ. അങ്ങനെ വന്നപ്പോ ഞാൻ കൃത്യം 10 മണിക്ക് തന്നെ ഉറങ്ങി. ഏയ്, എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ല. നിന്നെ അത് വിശ്വസിപ്പിക്കണമെന്നൊന്നും എനിക്കില്ല. എടീ, എനിക്കിപ്പോ നിന്നെ ഒന്ന് കാണാൻ പറ്റുമോ? വേണ്ട. ഞാൻ ഗേറ്റിന്റെ അടുത്തേക്ക് വരാം. നീ ഒന്ന് പുറത്തേക്ക് വന്നാ മതി. പറ്റില്ല. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഇന്ന് ഞാൻ ഇറങ്ങി വരില്ല.
എടി നീ എന്നെ വെറുതെ വാശി പിടിപ്പിക്കല്ലേ? അനി, നിന്നെ ഞാൻ വാശി പിടിപ്പിക്കുന്നതല്ല. ദേ, നീ എന്നെ വെറുതെ വിഷമിപ്പിക്കരുത്. ശരി, ഒന്നും വേണ്ട. പക്ഷേ എനിക്കിപ്പോ എന്തോ നാട് വിട്ടു പോകാൻ തോന്നുക. നാളത്തെ കാര്യാലേക്കിപ്പോ മരിക്കാനും തോന്നുന്നുണ്ട്. എന്തൊരു വിധിയായത്! എല്ലാവരുടെ കാല് പിടിച്ച് നോക്കിയതാ, എന്നിട്ടും ഒരു രക്ഷയില്ല. ആരും ഒന്നും സപ്പോർട്ട് ചെയ്യുന്ന പോലുമില്ല. ഹലോ, ആ കേൾക്കുന്നുണ്ട്. ഞാനിനി എന്താടി വേണ്ടത്? നാളെ നീ സന്തോഷത്തോടെ നിശ്ചയത്തിൽ പങ്കെടുക്കണം. മോതിരമാറ്റം നടത്തണം. അതാ നീ ചെയ്യേണ്ടത്. ഗുഡ് നൈറ്റ്. ഹലോ, അവന്റെ അത്ര പോലും എനിക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല. ഇന്ന് മാത്രമല്ല, ഇനി എത്ര ദിവസം ഇതുപോലെ പോകുന്ന എനിക്കറിയില്ല. എനിക്ക് നല്ല ദിവസമൊന്നും അല്ലത്. രണ്ടാമത്തെ തവണയാണ് ഇഷ്ടമില്ലാത്ത പെണ്ണിനെ എന്റെ തല കെട്ടിവെക്കാൻ നോക്കുന്നത്. എടാ, ഈ സമയത്ത് ഇങ്ങനെയൊന്നും പറയല്ലേ. നിശ്ചയം നടക്കുന്ന സമയത്തെങ്കിലും നീ ദേഷ്യമൊക്കെ കളഞ്ഞ് സന്തോഷമായിട്ടിരിക്കണം. ഇതവന്റെ രണ്ടാം വിവാഹ. 2 കല്യാണത്തിനും അവനെതിരായിരുന്നു. പിന്നെ അച്ഛനും നമ്മളും എല്ലാം നിർബന്ധിക്കുന്നോണ്ടാ അവൻ ഇതിനെല്ലാം നിന്ന് തരുന്നത്. പ്രശ്നം വെച്ചിട്ട് ഞാൻ പറഞ്ഞതാ കല്യാണ പയ്യനിടം ഞാൻ നിൽക്കുന്നതെന്ന്. അതുപോലെ തന്നെ അവരുടെ ഒത്തുചേരലിന് ഒരുപാട് തടസ്സങ്ങളുണ്ടെന്നും പറഞ്ഞിരുന്നു.